ഒട്ടും കയ്പില്ലാത്ത ഒരു കയ്പക്ക റോസ്റ്റാണ് കാണിക്കുന്നത്. ഒരു കയ്പക്ക ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കയ്പ് രസം പോകുന്ന ടിപ്പ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു ഉള്ളിയും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു തക്കാളി നല്ല ചെറുതായിട്ട് മുറിച്ച് വെച്ചത് അതും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ശേഷം അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി പൊടികളാണ്: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കയ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളി കയ്പക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റിയ കയ്പില്ലാത്ത കയ്പക്ക റോസ്റ്റ്.